മനുജ ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്ര ഇന്ന് ഇടുക്കി ജില്ലയിലെത്തി അടിമാലിയിലെത്തിയപ്പോൾ വീണ്ടും ഒരു പഴയ സ്നേഹത്തള്ളിൻ്റെ സാധ്യത തെളിഞ്ഞു വന്നു. പക്ഷേ അദ്ദേഹം അത് വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു. വി ഡി സതീശന്റെ പുതുയാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ്സ് വരും. കഴിഞ്ഞ ദിവസം അത് എനിക്ക് തോന്നുന്നു വടകരയിൽ നിന്നാണ് ആദ്യത്തെ പ്രശ്നം ആരംഭിക്കുന്നത്. ഷാഫി പറമ്പിലാണ് ഉടക്ക് വെച്ചതെങ്കിൽ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സമയത്ത് ഒരു സ്ത്രീ കൊണ്ടുവന്ന് നിവേദനം കൊടുത്തു. അത് കീറിക്കളഞ്ഞു എന്നൊരു പ്രൊപ്പഗൻഡ വന്നു. പക്ഷെ അത് കള്ളത്തരമായിരുന്നു. സ്ത്രീ തന്നെ പറയുന്ന കാര്യം വന്നു. പഴയതായിരുന്നു. മാത്രമല്ല അത് പാർട്ടിക്കാരന് മാത്രം അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ആ സ്ത്രീ തന്നെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ അടിമാലിയിലെ വിഷയം. ഞാൻ പക്ഷെ ഇതിനൊരു മാധ്യമ സൃഷ്ടിയായിട്ട് മാത്രമാണ് കാണുന്നത്. കാര്യം വി ഡി സതീശനെതിരെ ഒരു ആന്റി വി ഡി സതീശൻ ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് സ്വാഭാവികമായി നടക്കുന്നതാണ്. വി ഡി സതീശൻ ചേട്ടൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ അതിനെ കൃത്യമായി മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ എന്താണ് പറയേണ്ടുന്നത്, മാറി നിൽക്കൂ എന്ന് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ. സദസ്സിൽ നിന്ന് വലിയ ശബ്ദം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിശബ്ദരായിരിക്കും. ഈ സദസ്സിൽ നിന്നുള്ള ശബ്ദം അറിയായിരിക്കുമല്ലോ. നമ്മൾ ഈ കോൺഗ്രസിന്റെ വേദികളിൽ കാണുന്ന ഒരു കോപ്രായങ്ങളുണ്ട്. ഇവരെല്ലാവരുടെ ഉന്തിത്തള്ളിങ്ങി വരും. ഇവരെല്ലാം മാറി കേൾക്കും. നമ്മൾ ആരും സംശയിക്കില്ല. പക്ഷെ നേതാവ് വരുന്നതും ഇവരെല്ലാവരും കൂടെ ജമ്പ് ചെയ്തൊക്കെയാണ് വരുന്നത്. വന്ന് ഈ നേതാവ് ചുറ്റും തലയും കയറ്റും. അപ്പോൾ അടുത്ത ടെലിവിഷൻ ക്യാമറകളിലെല്ലാം മുഖം വരാനുള്ള ഒരു പരിപാടിയാണ് ഈ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു അതായത് ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം അണികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും നേതാക്കന്മാരാണ്. അപ്പം 2.5 ലക്ഷത്തോളം നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു വാചകമാണത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അതേ വാചകത്തെ എടുക്കുകയാണ്. അതായത് എല്ലാവരും നേതാക്കന്മാരായ ഒരു പാർട്ടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിൽ കയറി നിൽക്കുക, മൈക്ക് കിട്ടിയില്ലെങ്കിലും മൈക്കിന് മുന്നിൽ നിൽക്കുക, നേതാവിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇതൊക്കെ അവരുടെ ഒരു ടാക്ടിക്സിന്റെ ഭാഗമാണ്. അവരെ സംബന്ധിച്ച് എല്ലാവരും നേട്ടങ്ങളാണല്ലോ അടിസ്ഥാനപരമായി വരുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. UDF അധികാരത്തിൽ കയറുമെന്നും ഭരണവിരുദ്ധ വികാരം CPM-നുള്ളത് കൊണ്ടും LDF-നുള്ളത് കൊണ്ടും അടുത്ത തവണ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീതി പൊതുവിലുണ്ട്. അപ്പം വി ഡി സതീശനെ ഇത്തവണ അത് ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയാൻ ഞാനില്ല. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം പറവൂരിൽ അദ്ദേഹം നടത്തിയ ഒരു അതിവൈകാരികമായ ഒരു പ്രസംഗം കണ്ട് ഞാൻ വി ഡി സതീശന്റെ പ്രസംഗങ്ങൾ പോഡ്കാസ്റ്റുകളൊക്കെ നിരന്തരമായി കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ ഒക്കെ. അപ്പൊ അതിലൊക്കെ അദ്ദേഹം ഭയങ്കര വിഷണറിയായി സംസാരിക്കുകയും അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. കോൺഗ്രസിലെ മറ്റു പല നേതാക്കന്മാരെ അപേക്ഷിച്ച് സതീശന്റെ ഏറ്റവും വലിയ പ്രത്യേകത സതീശൻ പുസ്തകം വായിക്കുന്ന ആളാണെന്നുള്ളതാണ്. ഏത് പുസ്തകത്തെക്കുറിച്ചാലും അദ്ദേഹത്തിന് അല്പമെങ്കിലും കുറച്ചെങ്കിലും പറയാനുള്ള ഒരു അറിവുണ്ട്. ആധികാരികമായി സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വായിക്കാറുണ്ട്. അത് നമുക്ക് അതിന്റെ പ്രസംഗങ്ങൾക്ക് മനസ്സിലാവും. ആരെങ്കിലും എഴുതി കൊടുത്തിട്ട് പറയുന്നതല്ല, അദ്ദേഹത്തിന് അറിയാൻ കാര്യങ്ങൾ. ഇവിടെ ഈ ഇത്തരത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അപ്രിസിയേഷൻ തോന്നി വി ഡി സതീശൻ്റെ അടുത്ത് ഇന്നത്തെ ഈ ഇടുക്കി ജില്ലയിലെ. കാരണം ഇത് നേതാക്കളുടെ പെടണം. മുമ്പ് കെ സുധാകരൻ KPC പ്രസിഡന്റായി വന്ന സമയത്ത് ഇതുപോലെ സ്റ്റേജിൽ ഇടിച്ചേറ്റക്കാരന്മാരെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. സുധാകരൻ എന്ന് പറഞ്ഞത് നിങ്ങൾ കസേരയിൽ പേരെഴുതി വയ്ക്കണം, പിന്നെ ഇത്രയും സ്റ്റേജിൽ കുറച്ച് പേര് മതി, പ്രധാന നേതാക്കൾ മാത്രം മതി. അതുപോലെ ഈ നേതാവ് ബൈറ്റ് കൊടുക്കാൻ നേരത്തെ തല കൊണ്ട് കയറ്റുന്ന പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞ് കെ സുധാകരനെ പോലെ കർക്കശക്കാര ഒരാളായതുകൊണ്ട് പലരും പേടിച്ച് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഈ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാഥകൾ പോകുന്നു, റാലികൾ പോകുന്നൊക്കെ സമയത്ത് ബാനറിന്റെ ഫ്രണ്ടിൽ ആരും നിൽക്കും. അതായത് ബാനർ പിടിക്കുന്നു. അപ്പൊ ഈ ബാനർ ഫോക്കസ് ചെയ്തിട്ടായിരിക്കുമല്ലോ മീഡിയ വരുന്നത്. അവിടെ തൊട്ടു പുറകിൽ നിൽക്കാനുള്ള ഇടി അത് രമേശ് ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കൾ നിന്നാൽ പോലും അവരെ കൂടി ഇടിച്ചു മാറ്റുന്ന തരത്തിലേക്കുള്ള അതായത് ഒരു രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ മര്യാദയും പൊതുവിലില്ല. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എന്ന് തെളിയിക്കേണ്ടത് സത്യം പറഞ്ഞാൽ വി ഡി സതീശന്റെയും കൂടെ ഒരു കടമയാണ്. അദ്ദേഹം അത് ഭംഗിയായി നിറവേറ്റുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം എപ്പോഴും ഞാൻ വി ഡി സതീശന്റെ ഒരു നായകത്വത്തിൽ വളരെ സന്തോഷമുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കൊണ്ടാവുന്നതിന്റെ പരമാവധി അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി വളരെയധികം കൃത്യമായി എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം കൃത്യമായിട്ട് ആൾക്കാരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും സംസാരത്തിലെ പക്വതയാണെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, നമ്മൾ വി ഡി സതീശന്റെ PR എടുത്തിട്ടല്ല സംസാരിക്കുന്നത്. ഇത് വ്യക്തിപരമായ അഭിപ്രായവും ഒബ്സർവേഷനും മാത്രമാണ്. അപ്പൊ വി ഡി സതീശനെ എതിർക്കാനായിട്ട് ഇപ്പൊ ജമാഅത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ വി ഡി സതീശനെ എതിർക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ വ്യക്തിപരമായ വി ഡി സതീശൻ മറ്റേതൊരു നേതാവിനേക്കാൾ കൂടുതൽ പക്വതയോടുകൂടി നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്ന, മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒറ്റയ്ക്ക് നിലപാടെടുത്ത വ്യക്തി കൂടിയാണ്. അതായത് അതുകൊണ്ട് വി ഡി സതീശനെ ചെളിവാരി എറിയാനുള്ള ഒരു CPM പ്രൊപ്പഗൻഡ മാത്രമായിട്ടാണ് ഞാൻ ഈ വാർത്തയെ കാണുന്നത്. വി ഡി സതീശന്റെ മാതൃക മറ്റു നേതാക്കളെ പിന്തുടരണം. കാരണം കോൺഗ്രസ് എല്ലാ തവണയും നാട്ടുകാർക്ക് മുന്നിൽ അപഹാസ്യരാകുന്നത് ഈ നേതാക്കന്മാരുടെ കോമാളി കളികൾ കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും അവസാനം. കാരണം എല്ലാവരും ഇത് മൊത്തത്തിൽ ഒരു കോമഡിയായി മാറും. ഇപ്പോൾ വി ഡി സതീശൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ അദ്ദേഹം ജാഥ നയിക്കുമ്പോൾ
അതിന് ഗൗരവം ഇല്ലാതാക്കുന്ന രീതിയിലാണ് നേതാക്കന്മാർ കിടന്ന് കഴുത്തിൽ കുത്തി പിടിക്കുന്നു, അടിക്കുന്നു, സ്റ്റേജിൽ പടം പറയാൻ വേണ്ടി തള്ളുന്നൊക്കെ തന്നെ. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം. പുതുയുഗയാത്ര എന്ന രീതിയിൽ ഒരു പുതുയുഗമാകട്ടെ കോൺഗ്രസിൽ എന്നുള്ളതാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നേതാക്കന്മാരുടെ പിണറായി വിജയൻ ഇതേ ഘട്ടത്തിൽ പിണറായി വിജയൻ ആയിരുന്നെങ്കിലോ? അദ്ദേഹം പിണറായി വിജയൻ ആളുകൾക്ക് ഭയമാണ്. ഒരു സെൽഫി എടുക്കാൻ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് പോലും മാറി നിൽക്ക് എന്നാണ് പറയുന്നത്. അന്ന് പെണ്ണുടെ ആതിര ഗ്രേസ് എന്നും കണ്ടായിരുന്നു പേര് തോന്നുന്നു. CPIM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അവർ വന്ന സമയത്ത് ഇവര് അവസാനം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കാൻ പോയതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ പോലും വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി മാറി നിൽക്ക് അങ്ങോട്ട് എന്ന് പിണറായി വിജയൻ പറയുന്നത് കേട്ടതോടുകൂടി ആതിരയുടെ ആ ക്യാപ്സുളും വർക്കായില്ല. അപ്പം പിണറായി വിജയൻ കലിപ്പിക്കുകയും ബഹളം വെക്കുകയും മൈക്കിന് മുന്നിലത് മൈക്ക് ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ അസ്വസ്ഥനാവുകയും ചെയ്യുന്ന കണ്ടു. പക്ഷെ കഴിഞ്ഞൊരു അടുപ്പിച്ചൊരു 2-3 പരിപാടികൾക്കിടയിലും പിണറായി വിജയൻ സംസാരിക്കാൻ വരുന്ന സമയത്ത് മൈക്കിന് പ്രശ്നം ഉണ്ടായ സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് നേരിടുന്ന കണ്ടത് PR ടാറ്റിക്സ് ആണ്. നമുക്ക് പൂർണ്ണമായും അർത്ഥത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് VD സതീശനെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് എയിം ചെയ്യുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. VD സതീശൻ മികച്ചൊരു നേതാവാണ്. മാത്രമല്ല VD സതീശനോട് പണിയെടുക്കുന്നുണ്ട്. VD സതീശനെ പോലെ ഒരു നേതാവ് കുറെ അധികം അധ്വാനിക്കുന്നുണ്ട്. ഇലക്ഷൻ മാനേജ്മെന്റിന്റെ എല്ലാവരും അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തെ പോലെ എല്ലാവരും ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇനി ബാറ്റ് കേസുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എല്ലാ നേതാക്കന്മാരും ചെയ്യേണ്ടത് ഈ അണികളെ നിയന്ത്രിക്കണം. അതാണ് സത്യമായി അവിടെ സംഭവിച്ചത്. അണികൾ വേണം, എല്ലാവർക്കും അണികളൊക്കെ വേണം. പക്ഷെ എല്ലാം കൂടെ ഈ കിടന്ന് കാണിക്കുന്നത് ഇത് അപമതിപ്പേ ഉണ്ടാക്കുകയുള്ളൂ. ഇതൊരിക്കലും അപഹാസ്യമാണ്. അപ്പൊ ഉദാഹരണത്തിന് അന്ന് നമ്മുടെ കോഴിക്കോട് അന്ന് നടന്ന കുറ്റ്യാടി നടന്ന ഈ സംഭവം സ്നേഹത്തള്ള് സത്യം അത് നാട്ടുകാർക്ക് മുന്നിൽ ഒരു മോശക്കാരാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ഇതുവരെ സ്റ്റേജ് കിടന്നുണ്ടാക്കാൻ നമ്മൾ കണ്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, മുണ്ട് വലിച്ചഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികളും പണ്ടും ചെയ്യുമായിരുന്നു. പക്ഷേ ആ കുറേ കാലം കൊണ്ട് അതൊന്നും ഇല്ലാതിരുന്നിട്ട് ഈ വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പ്രതിപക്ഷാതരെ പോലെയുള്ള വളരെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നയിക്കുന്ന ഒരു യാത്രയിൽ അവിടെ ഇത്തരം തമാശകൾ കാണിക്കാൻ ഇനി അനുവദിക്കരുത്. സതീശൻ ഇന്ന് അവിടെ സ്വീകരിച്ച നല്ല നിലപാടാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം. മറ്റു നേതാക്കളത് പിന്തുടരണം. നോ പറയേണ്ടത് നോ പറയണം. നമ്മൾ സ്നേഹത്തോടെ തെറി വിളിക്കണ്ടല്ലോ. അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുമ്പോൾ ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ നില്ല്, നേതാക്കൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ ഈ അണികളനുസരിച്ച് അവരെ പറയുന്നുള്ളൂ. അവർ ഇപ്പോൾ കെ സുധാകരനെ പോലെയുള്ള ആജ്ഞാശക്തിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാവരും മാറിയുന്നു. അപ്പം VD സതീശനും ആജ്ഞാശക്തിയിലൊട്ടും പിന്നോട്ടുള്ള ഒരാളല്ല. ഈ നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് ആജ്ഞാശക്തി കൂടെ വേണം കേട്ടോ. ഒരുപാട് നമ്മൾ ജനകീയനാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടു ഇതുപോലത്തെ ആളുകൾ വിളയാട്ടം നടത്തും. കുറച്ച് കർശന നിലപാട് നമ്മൾ സ്വീകരിക്കണം. അത് വളരെ കൃത്യമായി ഇന്ന് VD സതീശൻ ഇടുക്കിയിലെ ആ സന്ദർശനത്തിൽ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് ശരിക്കും നല്ല അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ പിന്തുടരണം. കോൺഗ്രസിൻ്റെ അണികൾ മനസ്സിലാക്കണം. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ നാട്ടുകാർ മുമ്പേ തമാശ കഥാപാത്രങ്ങളായി നിൽക്കാതിരിക്കാൻ ഓരോ കോൺഗ്രസിലും ശ്രദ്ധിക്കണം. അതൊരു എനിക്ക് തോന്നുന്ന ഘടകകക്ഷികളും ഒക്കെ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ലീഗുകാർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാർ സ്റ്റേജിൽ കയറി ഈ പെർഫോമൻസ് നടത്താറില്ല. അവരെ നേതാവിനെ കണ്ട് അംഗീകരിച്ച് അയാളെ സ്റ്റേജിൽ കയറുന്നതല്ലാതെ കൂടെ കയറി അവിടെ നിന്നുകൊണ്ട് കസേരടിക്കാനും നടക്കുന്ന പതിവ് അവർക്കില്ല. തീർച്ചയായിട്ടും എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ. നല്ല തുടക്കം. VD സതീശൻ ഇന്ന് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അണികളെ അടക്കിയിരുത്തുക, അണികളെ നമ്മൾ സ്നേഹിക്കുക, അവരുടെ വിശ്വാസങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇമ്മാതിരി പരിപാടി കാണിക്കരുത് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളും ഇത് പിന്തുടരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.